എല്ലാവർക്കും ലെച്ചൂസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്, ചിക്കൻ ചുക്ക. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 5 സവാള, 1 കിലോ ഇറച്ചിക്ക് ഒരു 5 സവാള നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ചൂടുകട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് സവാള വറുത്തെടുക്കുകയാണ്. അപ്പോൾ സവാള വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്ത് വയ്ക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ ഇതുവരെ നമുക്കത് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഒട്ടിപ്പിടിച്ച് കിടക്കായിരിക്കും, അതൊന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടി എണ്ണ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി വേവിക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഉള്ളി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് നമുക്ക് പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രം ചേർത്താൽ മതിയാവും. മുളക് പൊടിയുടെയും ഗരം മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റോളം നമുക്കത് വേവിക്കണം. നമുക്കത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചുക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും. അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചിക്കൻ ചുക്കയാണ്. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും നമ്മുടെ ചിക്കൻ ചുക്ക വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.